ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പും കക്കിരിയും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പരിപ്പ് ഞാനിവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം, ഒരു പകുതി കഷ്ണം മതി. ഇനി അടുത്തതായി ഞാൻ കക്കിരിയുടെ തൊലി ഇങ്ങനെ കളയുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കണം ഈ പരിപ്പിലേക്ക്. ഇത് ഒന്നിച്ചിടുന്നുണ്ടെങ്കിൽ, കുക്കറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കക്കിരി ഇവിടെ മുറിച്ചെടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, പരിപ്പും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട തേങ്ങ അരച്ചെടുക്കണം. ഇനി അരക്കാൻ വേണ്ട തേങ്ങ നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇങ്ങനെ തേങ്ങ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നാൽ തന്നെ തേങ്ങ അരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, അധിക സമയമൊന്നും വേണ്ട. ഇനി ഇത് നന്നായി തിളച്ച് വരണം. ഇനി വറുത്തിടേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി പൊട്ടി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിയെടുത്ത് പാനിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.